ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഡ്രാഗൺസ് ബ്ലഡ് ട്രീയെ പറ്റിയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമായ സൊക്കോത്രയിലെ തദ്ദേശീയമായ വൃക്ഷമാണ് ഡ്രാഗൺസ് ബ്ലഡ് ട്രീ. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡ്രാഗന സിനാബെരി എന്നാണ്. ദ്വീപിലെ ഏറ്റവും ആകർഷകമായ ഈ വൃക്ഷത്തിന് ഒരു വലിയ കുടയുടെ രൂപമാണ്. മരത്തിൻ്റെ ചുവന്ന നിറത്തിലുള്ള നീര് വ്യാളിയുടെ രക്തമാണെന്ന വിശ്വാസത്തിൽ നിന്നാണ് ഇതിന് ഡ്രാഗൺസ് ബ്ലഡ് ട്രീ എന്ന പേര് ലഭിച്ചത്. വസ്ത്രങ്ങളിൽ നിറം പിടിപ്പിക്കാനും മരുന്നിനായും ഇതിൻ്റെ നീര് ഉപയോഗിക്കുന്നു. പെയിൻറ്റും വാർണിഷുമായി ഇത് ഇന്നും ഉപയോഗിക്കുന്നു. ചൂടും വരണ്ടതുമായ കാലാവസ്ഥ ഇതിന് അനുയോജ്യമാണ്. വെള്ളം കുറവായതിനാൽ ഈ വൃക്ഷം ഇലകളിൽ വെള്ളം സൂക്ഷിക്കുന്ന കഴിവ് വികസിപ്പിച്ചിട്ടുണ്ട്. മരം കുടയാകൃതിയിലുള്ള കൊമ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇലകൾ വാളിനോട് സമാനമായ നീളമുള്ളവയും മുറുകിയതും ആകുന്നു. വൃക്ഷം വളരുന്നത് മന്ദഗതിയിലാണ്. പൂർണ്ണ വളർച്ച നേടാൻ പല പതിറ്റാണ്ടുകൾ ആവശ്യമാണ്. മരം മുറിച്ചാൽ പുറത്തേക്ക് ഒഴുകുന്ന ചുവന്ന പദാർത്ഥം ഡ്രാഗൺസ് ബ്ലഡ് എന്നാണ് അറിയപ്പെടുന്നത്. വൃക്ഷം പൂക്കളിലൂടെ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ചെറിയ വെളുത്ത അല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള പൂക്കൾ വിരിയും. ഇവയിൽ നിന്നാണ് ചെറിയ പച്ച അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങൾ ഉണ്ടാകുന്നത്. വിത്തുകൾ കാറ്റും പക്ഷികളും വഴി പരക്കും. വിത്ത് മണ്ണിൽ നിന്ന് വീണ് മുളയ്ക്കുന്നു. പ്രാരംഭ വർഷങ്ങളിൽ മന്ദഗതിയിലാണ് വളർച്ച. വർഷങ്ങൾക്ക് ശേഷം കുടയാകൃതിയിലുള്ള കൊമ്പുകൾ വികസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം പൂക്കൾ വിരിയാൻ തുടങ്ങും. 100 വർഷങ്ങൾക്ക് മുകളിൽ ജീവിക്കാൻ ശേഷിയുണ്ട്. ചുവന്ന സീരാവ് പുരാതന കാലത്ത് ഔഷധം, പെയിൻറ്, ധൂപം തുടങ്ങിയവയ്ക്ക് ഉപയോഗിച്ചിരുന്നു. വൃക്ഷം മണ്ണ് ചിതറൽ തടയുകയും പരിസ്ഥിതിക്ക് അനുകൂലമായ നിലനിർത്തലിനും സഹായിക്കുന്നു. എന്നാൽ ഇന്നത് അപകടാവസ്ഥയിലുള്ള സ്പീഷീസാണ്. സൊക്കോത്രയിലെ പരിമിതമായ പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്നു. ഡ്രാഗൺസ് ബ്ലഡ് ട്രീ ഒരു വരണ്ട കാലാവസ്ഥയിൽ വളരുന്ന മന്ദഗതിയിലുള്ള അത്യപൂർവമായ ചുവന്ന ശിരാവുള്ള മരമാണ്. അതിൻ്റെ ജീവിത രീതി പ്രതിരോധ ശേഷിയും പാരിസ്ഥിതിക അനുസരണ ശേഷിയും നിറഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.